ദൈവനാമത്തിന് മഹത്വം. പ്രിയമുള്ള സഹോദര സഹോദരികളെ, നിങ്ങളേവർക്കും ദൈവനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ഭാഗം 1 ധ്യാനിച്ചത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു എന്ന സത്യത്തെപ്പറ്റിയാണ്. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നു, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. കഴിഞ്ഞ ഭാഗം 1 തുടർച്ചയായിട്ട് അതിൻ്റെ ഒടുവ് ഭാഗം ഇന്ന് ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് റോമാ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തി, റോമർ 8:10, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകും. ആത്മാവിന് യഥാർത്ഥത്തിൽ മരണമില്ല എന്ന സത്യം ഇന്നത്തെ കാലത്ത് അധികമാരും വിശ്വസിക്കുന്നില്ല. പക്ഷേ ആ സത്യത്തെ ത്യജിക്കുന്നവർക്കും ത്യജിക്കാത്തവർക്കും ഒരുപോലെ ഉളവാകുന്ന അവസ്ഥയാണ് ആത്മാവിന് മരണമില്ല എന്നത്. ആയതിനാൽ ആത്മാവ് അവനവൻ്റെ പ്രവൃത്തിയുടെ ഫലത്തിനായിട്ട് വരാൻ പോകുന്ന ന്യായവിധിയുടെ ദിവസത്തെ നോക്കി പാർത്തിരിക്കും. തിരുവചനത്തിൽ അത് സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, സർവരുടെയും അറിവിനായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 5:28-29 നാം ഇപ്രകാരം വായിക്കുന്നു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവൻ്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ദൈവവിശ്വാസികളായിരുന്ന പൂർവ്വപിതാക്കന്മാരെപ്പറ്റി തിരുവചനത്തിൽ നാം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എബ്രായർ ലേഖനം 11:13-16 വരെയുള്ള വാക്യങ്ങൾ നാം ധ്യാനിച്ചാൽ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥ്വിദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. തങ്ങളുടെ ഇഹലോക ജീവിതകാലത്ത് ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദത്തങ്ങളും നിറവേറുന്നതിനായി കാണാത്തപ്പോഴും വിശ്വാസികൾ സഹിഷ്ണുതയോടുകൂടി ദൈവത്തിൽ മാത്രം ആശ്രയിക്കണമെന്ന് നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസ ജീവിതത്തിലൂടെ നാം പഠിക്കണം. കൂടാതെ വരും തലമുറകൾക്ക് വിശ്വാസത്തിൻ്റെ സ്ഥിരതയെ സ്വന്തം ജീവിതത്തിൽ കൂടി കാട്ടിക്കൊടുക്കണം. ദൈവഹിതപ്രകാരം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിനായി ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ വിശ്വാസത്തോടുകൂടി സ്വീകരിച്ച് നന്ദിയുള്ളവരായി സ്വന്തം ജീവിതം പൂർണ്ണതയായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന വിശ്വാസത്തെയാണ് ദൈവം അംഗീകരിക്കുന്നത്. നമ്മുടെ ഓരോ സ്പന്ദനവും ദൈവം അറിയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസസ്ഥാനമാണ് നാം ഓരോരുത്തരും. നമ്മുടെ വേദന അറിയുകയും ഞരക്കത്തിൻ്റെ ശബ്ദം കേൾക്കുകയും ചെയ്യുന്ന ആ ജീവനുള്ള ദൈവത്തിന് സ്തോത്രം. ഈ അവസ്ഥ നമ്മുടെ തകർച്ചയ്ക്കായിട്ടില്ല, നമ്മെ അനുദിനം പണിയുകയാണ് ചെയ്യുന്നത്. ശുദ്ധിയുള്ളവരാക്കുവാൻ, പൂർണ്ണത ഉള്ളവരാക്കുവാൻ. അതാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 7:10 പറയുന്നത്, ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മാനസാന്തരത്തെ രക്ഷയ്ക്കായിട്ട് ഉളവാക്കും. ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കും. സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കടങ്ങളെ ദൈവസന്നിധി മുമ്പാകെ സമർപ്പിക്കുന്നത് പോലെ 31 സങ്കീർത്തനം 39:12 പറയുന്നു, ബിയിൽ പറയുന്നു, ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെയും പോലെ നിൻ്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നല്ലോ. സങ്കീർത്തനം 119:19 പറയുന്നു, ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിൻ്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുത്. അതിനാൽ നമ്മുടെ നടപ്പ്, മൂല്യങ്ങൾ, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നിവ അനുസരിച്ച് സ്വർഗം
ആണ് ഇപ്പോൾ നമ്മുടെ പ്രതിദേശം. നാം ഉയരത്തിൽ നിന്ന് ജനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു. 1 യോഹന്നാൻ 4:7 പറയുന്നു, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യും. നമ്മുടെ പേർ സ്വർഗത്തിൽ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതായിട്ട് നാം ഫിലിപ്പിയ ലേഖനം 4:3 വായിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ലൂക്കോസ് 20:20 പറയുന്നു, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിലത്രേ സന്തോഷിപ്പീൻ. നമ്മുടെ ജീവിതം സ്വർഗീയ മാനദണ്ഡങ്ങളാൽ നയിക്കപ്പെടും. നമ്മുടെ അവകാശങ്ങളും ഓഹരിയും സ്വർഗത്തിൽ സുരക്ഷിതമായി വച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ ഉയരുന്നത്, നമ്മുടെ പ്രത്യാശ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. നമ്മുടെ പഴയകാല വിശ്വാസ സമൂഹമായിരുന്ന അനേകം മുൻ തലമുറകൾ ഇന്ന് നിത്യതയിലാണ്. യേശു പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും, നമ്മെ തന്നിലേക്ക് ചേർക്കുവാനായിട്ട്. യോഹന്നാന്റെ സുവിശേഷം 14:2-3 വാക്യങ്ങൾ പറയുന്നു, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. യേശു വ്യക്തമായി പറയുന്നു, നമുക്ക് ഒരു സ്ഥലം ഒരുക്കുന്നതിന് യേശു അവിടെ പോകേണ്ടതാണ്. വീണ്ടെടുക്കപ്പെടുന്ന വിശ്വാസികൾക്കായിട്ട്, രക്ഷയുടെ അവകാശികൾക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന നിത്യവാസസ്ഥലം. അനേക വാസസ്ഥലങ്ങളുള്ള ഒരു ഭവനം ദൈവത്തിനുണ്ട്. ഇപ്പോൾ ഭൂമിയിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കളാകുന്ന നമുക്ക് അവിടെ പ്രവേശിക്കേണ്ടതാണ്. എഫേസ്യ ലേഖനം 2:19 പറയുന്നു, ആകയാൽ നിങ്ങൾ ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ എന്ന് എബ്രായലേഖനത്തിൽ 13:14 പറയുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരം ഇല്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ വീണ്ടും വരും. ഒന്ന് സ്വർഗത്തിൽ യേശു സ്വർഗത്തിലേക്ക് പോയി എന്നതുപോലെ ഉറപ്പായ ഒരു വസ്തുതയാണ് തൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും വന്ന് വിശ്വാസികളെ സ്വർഗത്തിൽ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ വീണ്ടും വരുമെന്നത്. യോഹന്നാന്റെ സുവിശേഷം 17:24 പറയുന്നു, പിതാവേ, നീ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ സ്നേഹിച്ചിരിക്കുക കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്ന ഇടത്തേക്ക് അവരും എന്നോടുകൂടെ ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അതുപോലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. സദൃശവാക്യം 8-ാം അധ്യായം 22 മുതൽ 31 വരെ ഉള്ള ഭാഗത്ത് വളരെ വ്യക്തതയോട് പറയുന്നുണ്ട്, കർത്താവ് എന്തുകൊണ്ട് ഇവിടെ വന്ന് പെട്ടെന്ന് തിരികെ പോയി എന്ന്. ഞാനൊരിക്കൽ ചോദിച്ച ചോദ്യമാണ്, കർത്താവ് അങ്ങ് 33 വർഷക്കാലം മാത്രം ഈ ലോകത്തിൽ ജീവിച്ചു, എന്താണ് പെട്ടെന്ന് പോകാൻ കാരണം? മോശയെപ്പോലോ മറ്റ് പൂർവ്വപിതാക്കന്മാരെ പോലോ ആയുസ്സുള്ളവരായിരുന്നില്ല. അന്നേരം കർത്താവ് എനിക്ക് പറഞ്ഞു തന്നൊരു വാക്കാണ്, സദൃശവാക്യം 8:22-31 വരെ നീ വായിച്ചു നോക്ക്. അവിടെ അത് വ്യക്തതയോട് പറയുന്നുണ്ട്. ഞാനത് വായിച്ചപ്പോൾ അത് മനസ്സിലായി. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് പെട്ടെന്ന് പോകുവാനുള്ള കാരണം അതാണ്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരമുള്ള ആ സന്തോഷത്തിലേക്ക് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം നമ്മൾ വായിത്തരണം. ആ ചിന്തയിലായിരിക്കണം നമ്മുടെ ജീവിതം. ഇതായിരിക്കണം സകല വിശ്വാസികളുടെയും പ്രത്യാശ. വിശ്വാസികൾ എന്നേക്കും തന്നോടുകൂടെ ആയിരിക്കണമെന്നതാണ് കർത്താവിൻ്റെ വരവിൻ്റെ യഥാർത്ഥ ഉദ്ദേശം. ഫിലിപ്പിയ ലേഖനം 3:21 പറയുന്നവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. റോമാലേഖനം 8:17 നാം വായിക്കുന്നു, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ശരീരത്തിൻ്റെ രൂപാന്തരം ജീവിച്ചിരിക്കുന്നവരും നിദ്രയിലായിരിക്കുന്ന വിശ്വാസികളും ഒരുപോലെ പ്രാപിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. ഏദൻ തോട്ടത്തിൽ നഷ്ടമായ ദൈവിക സാദൃശ്യമായ മഹത്വത്തിൻ്റെ ആ ദിവ്യശക്തി നിറഞ്ഞ പുതുശരീരം നാം പ്രാപിക്കും. അത് കർത്താവിൽ നാം പ്രാപിക്കുക തന്നെ ചെയ്യും.
നാം ധരിക്കുവാൻ പോകുന്ന ശരീരം അമർത്യതയുള്ളതാണ്. മരണത്തിന് അധികാരം ഒട്ടുമില്ല, അത് നിത്യമാണ്. 1 കൊരിന്ത്യർ 15:53 പറയുന്നു, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണമെന്ന്. വ്യക്തതയോടാണ് പറയുന്നത്. വിശ്വാസിയുടെ പുനരുത്ഥാന ശരീരം കർത്താവിൻ്റെ പുനരുത്ഥാന ശരീരം പോലെ ആയിത്തീരും. ഫിലിപ്പിയ ലേഖനം 3:21 അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ ദിവ്യ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പുനരുത്ഥാനം എന്ന വിഷയത്തെ സ്പഷ്ടതയോടുകൂടി വിവരിച്ചിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ നാം ഒരു നല്ല രാജ്യത്തിനായിട്ട്, അതായത് സ്വർഗീയമായ ഒന്നിനായിട്ട് നാം ആഴമായി വാഞ്ചിക്കുന്നു. അതിനാൽ നമ്മുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ നമുക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. എബ്രായ ലേഖനം 11:16 പറയുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവനവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. നാം അവനുള്ളവർ മാത്രമാണ്. വീണ്ടെടുപ്പിൻ്റെ വില നൽകി നമ്മെ വീണ്ടുകൊണ്ട് ആ നാഥൻ യേശുക്രിസ്തു. ആയതിനാൽ നാം ഓരോരുത്തരും ശ്രേഷ്ഠമായ ഒരു രാജ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അന്യരും പരദേശികളുമായി ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ദൈവമഹത്വത്തിന് യോഗ്യമായ വിധം നമ്മുടെ ഇഹലോക ജീവിതം നയിക്കണം. 1 പത്രോസ് 2:11-12 നാം വായിക്കുന്നു, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങളെ വിട്ടകന്ന് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദുഷിക്കും തോറും നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടറിഞ്ഞ് സന്ദർശന ദിവസത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങളുടെ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് പറയുവാൻ നമുക്ക് സാധിക്കും ഏതവസ്ഥയിലും. ഇഹത്തിൽ ദൈവഹിത പ്രകാരം ജീവിക്കുകയും ദൈവത്തെ മാനിക്കുകയും ചെയ്യുന്നവരെ താൻ അവരുടെ ദൈവമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം മാനിക്കും. അവരെ സ്വന്തം മക്കളായി അംഗീകരിക്കുവാൻ ദൈവം ലജ്ജിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 3:6 നാം വായിക്കുന്നു, ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമായി നിൻ്റെ പിതാവിൻ്റെ ദൈവമാകുന്നു എന്ന് അവൻ അരുളിച്ചെയ്തു. മത്തായിയുടെ സുവിശേഷം 22:31-32 നാം വായിക്കുന്നു, മരിച്ചവരുടെ പുനരുത്ഥാനത്തെക്കുറിച്ചോ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ മരിച്ചവരുടെ ദൈവമല്ല, ജീവനുള്ളവരുടെ ദൈവമത്രേ. കൊലോസ്യ ലേഖനം 3:1-4 നാം വായിച്ചാൽ അവിടെ നാം പ്രകാരം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. 4:2 വാക്യത്തിൽ പറയുന്നു, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. കൊലോസ്യർ 4:2 അതുകൊണ്ടാണ് പ്രത്യേകമായി പറയുന്നത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, സ്തോത്രത്തോടെ അതിൽ ജാഗരിപ്പീൻ. ആയതിനാൽ പ്രിയരെ, ഈ ദൈവം നമ്മെ നിത്യജീവനായിട്ട് ഉരുവാക്കിയിരിക്കുന്നു എന്ന് ഓർക്കുക. ആ സത്യം മനസ്സിലാക്കുക. വരുവാൻ പോകുന്ന ആ നിത്യജീവിതത്തിനായി കാംക്ഷിച്ചുകൊണ്ട് ഇഹലോക ജീവിതം നയിപ്പാൻ ശ്രമിക്കുകയും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുകയും ചെയ്യുക. നാം ഓരോരുത്തരും ദൈവഹിതപ്രകാരം മാത്രം നമ്മുടെ ജീവിതത്തെ ഒരുക്കിയാൽ അനന്തമായ രാജ്യത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും നടക്കുവാൻ സാധിക്കും. നാം അറിയുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യമെന്തെന്ന്. കർത്താവ് നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇവിടം വിട്ട് ഈ ശരീരം വിട്ട് കടന്നു പോകണം. പക്ഷേ നമ്മുടെ ആത്മാവ് നിത്യമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുവാനല്ല, നശിക്കുവാനുമല്ല. നന്മ ചെയ്യുന്നവർ ദൈവസന്നിധിയിലേക്കും തിന്മ ചെയ്യുന്നവർ തിന്മയുടെ ഭാഗത്തേക്കും കടന്ന് മാറ്റപ്പെടുമെന്ന് ഓർക്കുക. അതുകൊണ്ട് കിട്ടിയിരിക്കുന്ന അവസരം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവഹിതത്തെ മാനിച്ചുകൊണ്ട് ദൈവഹിതത്തെ പൂർണ്ണതയാ ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക.
ഓരോരുത്തരും ദൈവജനം കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും സ്വജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുവാനും ശ്രമിക്കുക. നിങ്ങളെല്ലാവരും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുകയും കൃപയിൽ കാത്തു പരിപാലിക്കുകയും നിത്യജീവൻ അവകാശികളാക്കി തീർക്കുകയും ചെയ്യുമാറാകട്ടെ.